നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇന്ത്യൻ വിപണിയിൽ പുതിയതായി എത്തിയ ഒരു മിഡ് സൈസ് SUV ആണ്. വാഹനം മറ്റൊന്നുമല്ല, മാരുതി സുസുക്കിയുടെ ഓൾ ന്യൂ വിക്ടോറീസ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ വിക്ടോറീസിന്റെ വിശേഷങ്ങളാണ്. വെൽവിൻ റെക്കോർഡ്സിന്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മിഡ് സൈസ് SUV ആയ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് ശേഷം മാരുതിയുടെ തട്ടകത്തിൽ നിന്നും എത്തുന്ന ഒരു ഗംഭീര മിഡ് സൈസ് SUV ആണ് വിക്ടോറീസ്. ഗ്രാൻഡ് വിറ്റാരയേക്കാൾ വിലയിൽ അല്പം കുറവുണ്ടെങ്കിലും വിറ്റാരയോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് വിക്ടോറീസിനെയും മാരുതി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഗ്ലോബൽ ഇടി പരീക്ഷകളിലെല്ലാം ഫുൾ A+ വാങ്ങി വിജയിച്ചു വന്ന 5 സ്റ്റാർ റേറ്റിംഗോട് കൂടിയ ഈ താരം മത്സരിക്കാൻ പോകുന്നത് ടൊയോട്ടയുടെ ഹൈറൈഡർ, കിയയുടെ സെൽറ്റോസ്, ഹുണ്ടായുടെ ക്രെറ്റ എന്നിവയുമായിട്ടായിരിക്കും. നിരവധി ഓപ്ഷനുകളിൽ എത്തുന്ന ഈ വാഹനം പെട്രോൾ ഓട്ടോമാറ്റിക് വേർഷനിൽ ഒരു ഓൾ വീൽ ഡ്രൈവും ലഭ്യമാണ്. കൂടാതെ ഒരു CNG വേർഷനും വിക്ടോറീസിനുണ്ട്. ഗ്രാൻഡ് വിറ്റാരയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഈ വാഹനം മാരുതി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിൽ മാരുതിയുടെ ഉയർത്തെഴുന്നേൽപ്പ് വിളിച്ചറിയിക്കുന്ന ഒരു മോഡൽ കൂടിയാണ് വിക്ടോറീസ്. ഗ്ലോബൽ NCAP ആൻഡ് ഭാരത് NCAP ക്രാഷ് ടെസ്റ്റിൽ 5 സ്റ്റാർ റേറ്റിംഗ് ആണ് വിക്ടോറീസിന് ലഭിച്ചിരിക്കുന്നത്. പുറം കാഴ്ചയിൽ അതിസുന്ദരനായ ഈ വാഹനത്തിന്റെ ഉൾവശവും ഒരു ലക്ഷറി വാഹനമാണിതെന്ന് വിളിച്ചറിയിക്കുന്ന രീതിയിലാണ് മാരുതി ഈ വാഹനത്തെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുക വളരെ വലുപ്പത്തിൽ നൽകിയിരിക്കുന്ന സുസുക്കിയുടെ ലോഗോ തന്നെയാണ്. ഗ്രിൽ ഏരിയ വളരെ ചെറുതാണ്. ഇവിടെ അഡാസിന്റെ ലെവൽ 2 ഫീച്ചേഴ്സിന്റെ സെൻസറും മറ്റും കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴെയായി സിൽവർ ഫിനിഷുള്ള ഒരു സ്കിഡ് പ്ലേറ്റും നൽകിയിരിക്കുന്നു. വളരെ ചെറിയ ഒരു ഹെഡ്ലൈറ്റ് യൂണിറ്റ് ആണ് വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അതിൽ പ്രൊജക്ടർ ഹെഡ് ലാമ്പും ഡേ ടൈം റണ്ണിംഗ് ലൈറ്റും ടേൺ ഇൻഡിക്കേറ്ററും നൽകിയിരിക്കുന്നു. ഇതൊരു ബേസ് മോഡൽ വാഹനം ആയതുകൊണ്ട് ഫോഗ് ലാമ്പ് നൽകിയിട്ടില്ല. ഫോഗ് ലാമ്പ് ഫിക്സ് ചെയ്യാനുള്ള സ്ലോട്ട് നൽകിയിട്ടുണ്ട്. ഫോഗ് ലാമ്പ് സ്ലോട്ടിന്റെ തൊട്ടു താഴെയായി ഒരു എയർ കട്ടർ കൊടുത്തിരിക്കുന്നത് നല്ല സ്പോർട്ടി ലുക്ക് വാഹനത്തിന് നൽകുന്നുണ്ട്. കൂടാതെ ബോണറ്റിന് മുകളിൽ നൽകിയിരിക്കുന്ന ബൾജുകൾ ഒക്കെ ഒരു SUVയുടെ തനതു ശൈലിയിലാണ് നൽകിയിരിക്കുന്നത്. ഇനി വശക്കാഴ്ചയിലേക്ക് വരികയാണെങ്കിൽ വളരെ വലിയ വീൽ ആർച്ചാണ് നൽകിയിരിക്കുന്നത്. അതിനു ചുറ്റും ബ്ലാക്ക് മാറ്റ് ഫിനിഷോട് കൂടിയ ക്ലാഡിങ്ങും നൽകിയിരിക്കുന്നു. 17 ഇഞ്ചിന്റെ റിംസ് ആണ് വാഹനത്തോടൊപ്പം നൽകിയിരിക്കുന്നത്. ഇത് ഒരു ബേസ് വേരിയന്റ് വാഹനം ആണെങ്കിൽ കൂടി ബോഡി കളേർഡ് ആയിട്ടുള്ള സൈഡ് മിറേഴ്സും ഡോർ ഹാൻഡിൽസുമാണ് നൽകിയിരിക്കുന്നത്. ടോപ്പ് മോഡലുകളിൽ ഡ്യുവൽ ടോൺ കളേഴ്സും ലഭിക്കും. അതായത് വാഹനത്തിന്റെ മുകൾ ഭാഗമായ റൂഫ് ഏരിയ എല്ലാം തന്നെ ബ്ലാക്ക് കളർ ആയിരിക്കും. ഇനി പിൻഭാഗത്തെ കാഴ്ചകളിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യമേ ശ്രദ്ധയിൽപ്പെടുക ബ്രേക്ക് ലൈറ്റുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന LED സ്ട്രിപ്പ് തന്നെയാണ്. ഡാഷ് ലൈനുകളെ പോലെ തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മിതി. അതിനു താഴെയായി സുസുക്കിയുടെ ലോഗോയും വളരെ വലുപ്പത്തിലായി വിക്ടോറീസ് എന്ന ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു. അതിമനോഹരമായ ഒരു ഷാർപ്പ് പിൻ ആന്റിനയും വാഹനത്തോടൊപ്പം ലഭിക്കുന്നുണ്ട്. കൂടാതെ ഈ വാഹനം സ്മാർട്ട് ഹൈബ്രിഡ് ആണെന്നുള്ള ബാഡ്ജിങ്ങും നൽകിയിരിക്കുന്നു. താഴെയായി അധികം വലുപ്പമില്ലാത്തതായ ബമ്പറും അതിൽ ഒരു സിൽവർ ഫിനിഷും നൽകിയിട്ടുണ്ട്. ഇവിടെ റിവേഴ്സ് പാർക്കിങ്ങിന്റെ സെൻസേഴ്സും നൽകിയിട്ടുണ്ട്. പുറം കാഴ്ചയിൽ ഒരു 7 സീറ്റർ വാഹനമായിട്ടാണ് തോന്നുക. ഒരു 5 സീറ്റർ വാഹനത്തിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ബൂട്ട് സ്പേസ് ഈ വാഹനത്തിന് ഉണ്ട്. 439 ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വരുന്നത്. ബൂട്ട് സ്പേസിന്റെ താഴെയായിട്ടാണ് CNG ടാങ്ക് ഉറപ്പിച്ചിരിക്കുന്നത്. ഇത് കാരണം CNG വേർഷനിൽ ബൂട്ട് സ്പേസ് അല്പം കുറവാണ് മറ്റു വേരിയന്റുകളെ അപേക്ഷിച്ച്. CNG വേർഷനിൽ 320 ലിറ്റർ മാത്രമാണ് ബൂട്ട് സ്പേസ് നൽകിയിരിക്കുന്നത്. സ്പെയർ വീൽ വാഹനത്തോടൊപ്പം ലഭിക്കുന്നില്ല. സ്പെയർ വീൽ വെക്കാനുള്ള സ്പേസ് വാഹനത്തിന് നൽകിയിട്ടുണ്ട്. എക്സ്ട്രാ പേയ്മെന്റ് ചെയ്താൽ സ്പെയർ വീൽ വാങ്ങാവുന്നതുമാണ്. പകരം പഞ്ചർ കിറ്റ് ആണ് വാഹനത്തോടൊപ്പം ലഭിക്കുക. രാത്രികാലങ്ങളിൽ ബൂട്ടിൽ നിന്നും സാധനങ്ങളൊക്കെ എടുക്കുവാൻ ഒരു ലൈറ്റ് നൽകിയിട്ടുണ്ട്. അതിന് സമീപത്തായി ചാർജിംഗ് സോക്കറ്റും നൽകിയിരിക്കുന്നു. കൂടാതെ വാഹനത്തിന്റെ പിൻ സീറ്റുകൾ മടക്കി വെച്ചാൽ കൂടുതൽ ലഗേജ് സ്പേസും ലഭിക്കും. ടോപ്പ് വേരിയന്റുകൾ ഡിക്കി ഓട്ടോ ഓൺ ഓഫ് ചെയ്യുന്നതിനായി സ്മാർട്ട് ടെയിൽ ഗേറ്റ് സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്. ബേസ് വേരിയന്റ് വാഹനത്തിന് ബാക്കിൽ വൈപ്പേഴ്സ് നൽകിയിട്ടില്ല. എന്നാൽ കുറച്ച് ഉയർന്ന വേരിയന്റുകളിൽ വൈപ്പറും ഡീഫോഗറും നൽകിയിട്ടും ഉണ്ട്. 210 mm ആണ് വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഇനി വാഹനത്തിന്റെ ഇന്റീരിയർ നമുക്കൊന്ന് പരിശോധിക്കാം. മാരുതിയുടെ മറ്റു വാഹനങ്ങളുമായി യാതൊരു സാമ്യവും ഇല്ലാത്ത രീതിയിലാണ് സുസുക്കി ഈ വാഹനത്തിന്റെ ഇന്റീരിയർ ഒരുക്കിയിരിക്കുന്നത്.
പുറം കാഴ്ചയിൽ വലിയൊരു വാഹനമായി തോന്നുന്ന ഈ വാഹനത്തിന്റെ ഉൾവശത്ത് ഇരിക്കുമ്പോൾ ആ വലിപ്പം അല്പം പോലും തോന്നിപ്പിക്കുന്നില്ല. എന്നാൽ വലിയ ഒരു വാഹനത്തിന്റെ എല്ലാ സൗകര്യങ്ങളും ഈ വാഹനത്തിൽ ഉണ്ട് താനും. 10.1 ഇഞ്ചിന്റെ വലിയ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേയും 10.25 ഇഞ്ചിന്റെ മീറ്റർ കൺസോളും നല്ല ഭംഗിയായി ക്രമീകരിച്ചിരിക്കുന്നു. നല്ല തായ് സപ്പോർട്ടുള്ള ഫാബ്രിക് സീറ്റ്സ് ആണ് ബേസ് മോഡലിൽ വന്നിരിക്കുന്നത്. ഈ വാഹനം ഒരു മാനുവൽ ഗിയർ ഷിഫ്റ്റ് വാഹനമാണ്. അതിന്റെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ലിവറാണ് ഈ കാണുന്നത്. AC-യുടെ സ്വിച്ചുകളുടെ തൊട്ടു സമീപത്ത് തന്നെയാണ് മാനുവലായി വോളിയം കൺട്രോൾ ചെയ്യാനുള്ള നോബ് നൽകിയിരിക്കുന്നത്. ചെറുതാണെങ്കിലും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റും അതിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. AC വെന്റ്സിന് ചുറ്റും പിയാനോ ബ്ലാക്ക് ഫിനിഷിൽ ഉള്ള ഭാഗം വളരെ നന്നായി വാഹനത്തിന് ഇണങ്ങുന്നുണ്ട്. ഗ്രേയും ബെയ്ജും ബ്ലാക്കും നിറങ്ങളിൽ ഇടകലർന്ന ഇന്റീരിയർ എപ്പോഴും ഒരു ഫ്രഷ് ഫീൽ നൽകുന്നു. ഹൈ എൻഡ് മോഡലുകളിൽ പനോരമിക് സൺറൂഫും ലെതർ സീറ്റ്സും ഒക്കെ ലഭിക്കുന്നതാണ്. വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണക്ടിവിറ്റി ഫീച്ചേഴ്സ് എല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്ന ടച്ച് സ്ക്രീനിൽ അലക്സ, സുസുക്കി ആപ്ലിക്കേഷൻ, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ, സുസുക്കി നാവിഗേഷൻ, ഇതിനൊക്കെ പുറമെ ടോപ്പ് മോഡലുകളിൽ 360 ഡിഗ്രി ക്യാമറ 11 ആംഗിളുകളിൽ കാണാവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. ഹർമൻ കാർഡിന്റെ ബ്രാൻഡായ ഇൻഫിനിറ്റിയുടെ ഓഡിയോ സിസ്റ്റമാണ് വാഹനത്തോടൊപ്പം ലഭിക്കുന്നത്. ഫ്രണ്ട് ഡോറിന്റെ മുകളിലായി ട്വീറ്റേഴ്സും കൊടുത്തിരിക്കുന്നു. ഇത് ഒരു 8 സ്പീക്കർ സിസ്റ്റം ആണ്. ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ചെയ്യുന്ന ഓഡിയോ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഗംഭീര സൗണ്ട് ക്വാളിറ്റിയാണ്. മുൻപ് മാരുതിയുടെ മറ്റു വാഹനങ്ങളിൽ കണ്ടിട്ടില്ലാത്തതും ഒരു പുതിയ ഡിസൈനിൽ നൽകിയിരിക്കുന്ന സ്റ്റിയറിംഗ് വീലിൽ പിയാനോ ബ്ലാക്ക് ഇൻസേർട്ടൊക്കെ വളരെ ഭംഗിയായിരിക്കുന്നു. എൻജിൻ സ്റ്റാർട്ട് സ്വിച്ചിന്റെ സമീപത്തായി ഹെഡ്ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഡോർ പാഡിന്റെ താഴെയായി വാട്ടർ ബോട്ടിൽ വെക്കാനുള്ള സ്പേസും കൊടുത്തിട്ടുണ്ട്. വളരെ താഴ്ന്നു നിൽക്കുന്ന ബോണറ്റ് ആയതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ തൊട്ട് മുൻവശമൊക്കെ വളരെ വ്യക്തമായി കാണാൻ സാധിക്കും. കൂടാതെ ഫ്രണ്ട് ഗ്ലാസ് ഏരിയയും നല്ല വൈഡായിട്ടുള്ള വ്യൂ നൽകുന്നുണ്ട്. ബേസ് വേരിയന്റ് വാഹനത്തിലും ഫ്രണ്ട് സീറ്റ് ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഉയർന്ന വേരിയന്റുകളിൽ ഇത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. പിന്നിലും നല്ല തായ് സപ്പോർട്ടുള്ള സീറ്റ്സ് ആണ് നൽകിയിരിക്കുന്നത്. കൂടാതെ നല്ല ലെഗ് റൂമും നൽകിയിട്ടുണ്ട്. പിന്നിൽ വശങ്ങളിലായി 2 പേർക്ക് സുഖമായി യാത്ര ചെയ്യാം. നടുക്ക് ഒരു സെന്റർ ടണൽ ഉള്ളതിനാൽ നടുക്ക് ഇരുന്ന് യാത്ര ചെയ്യുന്നവർക്ക് അല്പം ബുദ്ധിമുട്ട് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് ഉയരം ഉള്ളവർക്ക്. ഹെഡ് റൂമിന്റെ കാര്യത്തിലും മാരുതി ഒട്ടും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. നല്ല ഉയരമുള്ളവർക്കും സുഖമായി യാത്ര ചെയ്യാം. എല്ലാ വേരിയന്റുകളിലും 6 എയർ ബാഗുകളാണ് സ്റ്റാൻഡേർഡായി എത്തുന്നത്. LXi, VXi, ZXi+ എന്നീ 4 വകഭേദങ്ങളായിട്ടാണ് വാഹനം വിപണിയിൽ എത്തുന്നത്. ഇതിൽ ഏറ്റവും ടോപ്പ് വേരിയന്റായ ZXi+ൽ 64 കളർ കസ്റ്റം ആംബിയന്റ് ലൈറ്റ് ഇൻസ്ട്രുമെന്റ് പാനലും ലഭിക്കും. വിക്ടോറിസിന്റെ കീ ഒക്കെ മുൻപ് മാരുതിയുടെ വാഹനങ്ങളിൽ കണ്ടുപരിചിതമായ നോർമൽ കീ ആണ് വന്നിരിക്കുന്നത്. ഇനി എഞ്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ 1.5 മൈൽഡ് ഹൈബ്രിഡ് വാഹനത്തിന് 103 bhp പവറും 21.18 km/L മൈലേജും ലഭിക്കും. ഇതിൽ തന്നെ ഒരു 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സും 5 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സും ഉള്ള 2 മോഡലുകൾ വരുന്നുണ്ട്. സ്ട്രോങ് ഹൈബ്രിഡ് വിഭാഗത്തിൽ CVT ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഈ വാഹനത്തിന് 116 bhp പവറും 28.5 km/L മൈലേജും ലഭിക്കും. ഇതിനൊക്കെ പുറമെ ഒരു ഓൾ വീൽ ഡ്രൈവ് വാഹനവും 89 bhp പവർ ലഭിക്കുന്ന ഒരു CNG മോഡലും മാരുതി വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ആധുനികമായ സംവിധാനങ്ങളും പുതുമയാർന്ന ലുക്കും ഒക്കെ നൽകുന്ന വിക്ടോറിസ് ഒരു വൻ വിജയം ആകും എന്നതിൽ യാതൊരു സംശയവും ഇല്ല. മാരുതിയുടെ പ്രീമിയം വാഹനങ്ങൾ എല്ലാം തന്നെ നെക്സ ഷോറൂമുകളിലായിരുന്നു കണ്ടുവരുന്നതെങ്കിൽ ഈ വാഹനത്തിന്റെ കാര്യത്തിൽ ചെറിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. വിക്ടോറിസ് അരീന ഷോറൂമുകളിൽ കൂടി വിറ്റഴിക്കാനാണ് മാരുതി സുസുക്കിയുടെ തീരുമാനം. നോർമൽ വാറന്റിയോടുകൂടി LXi ബേസ് വേരിയന്റിന് 12,68,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരിക. LXi CNG മോഡലിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,90,000 രൂപയാണ്. ഏറ്റവും ടോപ്പ് മോഡലായ ഫുള്ളി ഹൈബ്രിഡ് ZXi+ മോഡലിന് 24,90,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. നമുക്ക് ഈ വാഹനം റിവ്യൂ ചെയ്യുവാനായി അവസരം ഒരുക്കിയത് കോഴഞ്ചേരി കോളേജ് ജംഗ്ഷനിൽ ഉള്ള AVJ മോട്ടോഴ്സ് ആണ്. കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.